പോരാ, കുറച്ചും കൂടി നല്ല പ്രൊഫൈൽ പിക്ചർ വേണം. എന്നാലേ ആരാധകർ ഇടിച്ച് കയറും. ഫ്രണ്ട്സ് തീരെ കുറവാണല്ലോ. ആരെ ഫ്രണ്ടായിട്ട് അടിയ? ആ കുട്ടി കൊടുത്താലോ, നമ്മുടെ സ്വന്തം കുട്ടി പ്രിയങ്ക കുട്ടി. ദൈവമേ, ആക്സെപ്റ്റ് ചെയ്യോ? നാണക്കേടാവും. നോക്കാം. ഇതിനി അവളെന്നെ ആവും, അതോ അവളുടെ ആരാധകർ അവളുടെ പേരിൽ ഉണ്ടാക്കിയതാണോ? അവളായാ മതിയായിരുന്നു. ടോസ് ഇട്ടോക്കാം. ഹെഡ്സ് വീണത് പ്രിയങ്ക തന്നെ, ടേൽസ് വീണത് അവളല്ല. ഓ, രക്ഷപ്പെട്ടു. ഇത് അവളെന്നെയാന്നാ ടോസ് നിമിത്തം പറയുന്നത്. അവള് വീണ് മോനെ. ഫേക്ക് ഐഡി ആണെന്നാണല്ലോ ടോസ് നിമിത്തം പറയുന്നത്. ഓഹോ, മോനെ ആനന്ദേ, ഇതായിരുന്നല്ലേ മനസ്സിലിരിപ്പ്. ശരിയാക്കി തരാം. നാരായണ, ഫ്രണ്ട്സ് റിക്വസ്റ്റ് ആക്സെപ്റ്റഡാ. ഈശ്വര, പ്രിയങ്ക തന്നെ ആവണേ. മൈ ഡിയർ പ്രിയങ്ക, താങ്ക് യു. നീ എന്താ വിചാരിച്ചേ, ചാറ്റിലൂടെ ആളെ പിടിക്കാമെന്നോ? മണ്ടൻ അറിയുന്നുണ്ടോ ഞാനാ പ്രിയങ്കയുടെ FB ഹാൻഡിൽ ചെയ്യുന്നതെന്ന്? കഷ്ടം. കാണിച്ചു തരാം. പ്രിയങ്ക മോളെ, നീയാണ് എന്റെ ലക്കി ഗേൾ. പ്രിയങ്ക DXനെ ട്രാക്കിലാക്കി മോനെ. ചിക്ക് ചിക്ക ചിക്ക. പാഞ്ഞു പാഞ്ഞു പോകും കാലം, കൂടെ എത്തുവാൻ എനിക്ക് വേഗം വേണം. ചുരുണ്ടുറങ്ങുവാനും ചടഞ്ഞു കൂടുവാനും എനിക്ക് വേണം ആഴ്ചയിൽ കുറഞ്ഞത് 5 സൺഡേ. Here we go again with the beat. Chumma, you're popping and you're jumping from the seat. Chumma, if this is what you want and over there. Chumma, just chill, we gonna make it up today. Chumma, chumma. It's all about being chumma, chumma. Let's all be chumma, chumma. Oh yeah. Rapapacilalo. Chumma. പഴയതൊന്നും പറയാനോ ഓർക്കാനോ എനിക്ക് തീരെ താല്പര്യമില്ല. പ്ലീസ്. അതല്ല ചിഞ്ചു, ഇപ്പൊ ഇത് പറ, എന്തിനാ ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ചേ? Are you okay? I'm perfectly all right. എന്താ പറ? ടോണി തന്നെയാ മാറ്റർ. അവനിപ്പോ വലിയ പുണ്യാളനായിട്ടൊക്കെ നടിക്കുന്നുണ്ട്. പക്ഷെ അത് അഭിനയാണോ അത് ശരിക്കും ആണോ എന്ന് എനിക്കൊന്ന് അറിയണം. ചിഞ്ചുയുടെ ഹെൽപ്പ് എനിക്ക് ആവശ്യമുണ്ട്. അത് ശരിയാവില്ല. പ്ലീസ് ചിഞ്ചു. അതെന്താന്നറിയോ, ഞാനിപ്പോ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഇങ്ങനൊരു കാര്യത്തിന് കൂട്ടുനിന്നു എന്ന് പറഞ്ഞ അത് ശരിയാവില്ല. അയ്യോ ചിഞ്ചു, അതിനവൻ നീ ഉണ്ടെന്ന് അറിയില്ല. എന്റെ ഒരു പ്ലാൻ ഉണ്ട്, ഞാൻ പറയട്ടെ? പറ. അതെന്താ ഒരു താല്പര്യം ഇല്ലാത്ത പോലെ? താല്പര്യണ്ട്, പറ. എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് ടോണിയുടെ ഭയങ്കര ഫാനാ. ആ കുട്ടിയെയും ടോണിനെയും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അവൻ ഫ്ലേർട്ട് ചെയ്യോ ഇല്ലെന്നൊന്ന് കാണാലോ. അയ്യോ, അത് വേണോ? ഇങ്ങനെയാണോ ഒരു ഫ്രണ്ട് വേണ്ടത് ചിഞ്ചു? എങ്ങനെ? തെറ്റ് എന്ന സുഹൃത്തിനെ തിരുത്തല്ല വേണ്ടേ? ശരി, എന്നാ പറ. നമ്മൾ ഇന്ന് തന്നെ ആ കുട്ടിയെ കാണുന്നു, എന്നിട്ട് ഈ പ്ലാൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നു. ഒരു മിനിറ്റ്, ഫോൺ. ഹലോ. ദൈവമേ,
Yeah. Okay. Okay, I'll call you later. അപ്പൊ ശരി, ഞാൻ പിന്നെ വിളിക്കാം. എന്റെ ടോണിമ തോക്കല്ലേ, അവൻ നല്ല ബുദ്ധി കൊടുക്കണേ ഭഗവാനെ. അപ്പൊ ശരി, പോവാം. പോവാം. സത്യമായിട്ടും ഡീക്സ് തന്നെയാണോന്ന് ചോദിച്ചാലോ? വേണ്ട, മോശം. പിന്നെന്താ ചോദിക്കാ? വല്ലതും കഴിച്ചോന്ന് ചോദിക്കാം. എന്തൊക്കെയാ അറിയണ്ടേ? കടലക്കറിയും. മുളക് കുത്തിപ്പൊട്ടിച്ചതും കടയിലെ കറിയോ? ഏത് കടയിലെ? അതേത് കറിയാ ചോദിക്കാം. അതേത് കടയിലെ? ഓ, മൊത്തം അക്ഷരത്തെറ്റാണല്ലോ. കേട്ടിട്ടില്ലേ? കെട്ടിയിട്ടില്ലേന്ന്? ഇല്ല. കുട്ടിയുടെ ഒരു കാര്യം കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ കേൾപ്പിച്ചേരാട്ടോ. മലയാളികളുടെ സ്വന്തം കറിയായ കടലക്കറി. ഇനിയിപ്പോ എന്താ ചോദിക്കാ? പുകഴ്ത്തിയാലോ? അളിയ വോയിസ് കോളോ? ഹലോ, ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഹലോ 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 ഇപ്പൊ കേക്കാം, പറഞ്ഞോ. ഹലോ 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 മതിട്ടോ, എനിക്ക് കേക്കാം. ഹലോ ആനന്ദ്, ക്യാൻ യു ഹിയർ മീ? യെസ് ഐ ആം ഹിയർ. അല്ല, കേക്കാം. ഹലോ ആനന്ദ്, ആ ഹെഡ്ഫോൺ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു, ഒന്ന് ശരിക്കും വെക്ക്. ഹെഡ്ഫോണോ? ഇതിനതും വേണോ? എന്റെ നാരണ, ഇനി അതാ എവിടുന്ന് ഒപ്പിക്ക. എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും. എന്നത്തെയും പോലെ ടേബിളിൽ തന്നെയാ വെച്ചിരുന്നേ. ഇനി എന്താ ചോദിക്കാ? ഡയറക്ടർ DXന് ഡേറ്റ് കിട്ടിയത് ഭാഗ്യെന്നാ പറയുന്നത്. ഭാഗ്യമാ അതോ ഭയാനകോ? ഓ, ഭാഗ്യം. ആ ഭാഗ്യം. ഓ, ആണോ? കട്ടായി. ഇനി ഒന്നുകൂടെ കോൾ ചെയ്യുന്ന എങ്ങനെയാ ചോദിക്കാ? മോശല്ലേ? DX പിണയും കാണും. എന്നെ പോലുള്ള ആക്ട്രസ് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തൊരു ന്യൂ ഫേസ്. ഹൗ ഡെയർ ഹി? പിണങ്ങല്ലേ DX എന്ന് പറഞ്ഞ ആ DX പോലെ തിരിച്ചടിക്കും. നോക്കാം. പറഞ്ഞോ പ്രിയങ്ക, ഞാൻ ആനന്ദ്. നേരത്തെ എന്നാ പറ്റിയത്? അത് ഈ ഹെഡ്ഫോൺ കുത്തുന്നത് അറിയാതെ, അല്ല, ഈ ഹെഡ്ഫോൺ കുത്തിയത് അറിയാതെ മാറിപ്പോയതാ. പ്രിയ പറ. എന്നാ പറയാനാ, എന്റെ ഷൂട്ടിംഗ് നേരത്തെ കഴിഞ്ഞു. ഞാനിവിടെ ബോറടിച്ചിരിക്കുവായിരുന്നു. നമുക്ക് ആ ബോറടി ഒന്ന് മാറ്റിയാലോ? എങ്ങനെ? ഒരു ഔട്ടിംഗ് ആയാലോ? ഇന്ന് വേണോ? വേണണ്ട. ശരി, എന്നാ മീറ്റ് ചെയ്യാം. താങ്ക്സ്. ഓക്കെ, ബൈ. ഓക്കെ, ബൈ. കൊള്ളാലോ. ചാറ്റിംഗ്, മീറ്റിംഗ്, ചാറ്റിംഗ്, മീറ്റിംഗ്. മണ്ടൻ. ശരി, നിങ്ങൾ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ആദ്യം ഒന്ന് അടങ്ങ്, എന്നിട്ട് പറയാം. ഞാൻ അടങ്ങി പറ. അതായത് മോളെ, ആ ഇരിക്കുന്നതാണ് RJ ടോണി. ഇവിടെ FM കേട്ട സൗണ്ട് പോലെ തന്നെ ഉണ്ട് ടോണി. അതെന്തെങ്കിലും ആവട്ടെ, ഇത് അഭിനയം മാത്രമാണ്, റിയാലിറ്റി അല്ല. സ്നേഹിക്കുന്ന പോലെ ഒന്ന് അഭിനയിച്ചാ മതി. ഞങ്ങൾ അവനായിട്ടൊരു ബെറ്റുണ്ട്. അവൻ തിരിച്ച് റിയോ ആയിട്ട് ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അത് ജയിക്കും. ഞങ്ങൾ റിയോയ്ക്ക് നല്ലൊരു ട്രീറ്റും തരും. താങ്ക് യു. ചിഞ്ചു, ബാക്കി പറഞ്ഞു കൊടുക്ക്. റിയോ അറിയോ, ആ ഇരിക്കുന്നതാണ് ടോണിമോൻ. ഞങ്ങളും ടോണിമോനും തമ്മിൽ ഒരു ബെറ്റുണ്ട്. നിർത്തിക്കേ.
ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞോണ്ടിരുന്നത്. ഞാൻ കുറച്ചുകൂടി പറഞ്ഞ് മനസ്സിലാക്കി തറാക്കാൻ വേണ്ടി. മതി മതി, കൂടുതൽ തറയാണ്ട. അറിയോ, ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഉണ്ടെങ്കിൽ വേറെ ഒന്നും ആലോചിക്കണ്ട. അനുഗ്രഹം വാങ്ങിച്ചിട്ട് പറ്റും. ഹലോ ഹലോ, കേക്കാവോ? ആ കേക്കാം കേക്കാം. അയ്യോ, ആർജെ ടോണി അല്ലേ? അതെ. അയ്യോ, ഞാൻ ടോണിയുടെ ഗ്രേറ്റ് ഫാനാ. അല്ല, എന്നെ എങ്ങനെ അറിയാം? ആ, നിങ്ങളെ പോലുള്ളവർക്കല്ലേ ഞങ്ങളെ അറിയാത്തത്. ഞങ്ങൾക്കൊക്കെ നിങ്ങളെ അറിയാം. അല്ല, അതെങ്ങനെ അറിയാന്ന്? അത് പ്രോഗ്രാം കേൾക്കാറുണ്ട്. സിമ്പിൾ. പ്രോഗ്രാമിൽ ഞാൻ വരാറില്ലല്ലോ. അപ്പൊ നിങ്ങളല്ലേ ടോണി? ടോണി ഞാൻ തന്നെയാ. പിന്നെ പ്രോഗ്രാമിൽ വരാറില്ലെന്ന് പറഞ്ഞത്? അതെന്റെ ഫേസാ വരാത്തത്. സൗണ്ട് വരാറുണ്ടല്ലോ. ഇനി പറ, സൗണ്ട് കേട്ട ആളിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതിപ്പോ ഇരുട്ടത്ത് നിൽക്കുമ്പോ നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ സൗണ്ട് കേട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ? അത് പരിചയമുള്ളവരുടെ സൗണ്ട്. എന്നെ നിനക്ക് പരിചയമില്ലല്ലോ. ആര് പറഞ്ഞു പരിചയമില്ലെന്ന്? എങ്ങനെ 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 അത് പറ. എങ്ങനെ നിനക്കെന്നെ പരിചയം? പറയടി വെച്ചേ. പെട്ടു. അവിടുത്തെ ഉള്ളതെല്ലാം പറയും. എന്റെ പേരെങ്ങനെ പറയോ ദൈവമേ? പറയടി വെച്ചേ, എങ്ങനെ നിനക്കെന്നെ പരിചയം? പ്രോഗ്രാം കേൾക്കാറുണ്ട്, അങ്ങനെയാ. സമ്മതിച്ചിരിക്കുന്നു. ആളെ വിട്. രാവിലെ ആരാണോ പണിയുണ്ടോ? ടോണി, ഒരു മിനിറ്റ് ഒന്ന് നിൽക്കുന്നേ. ടോണി, പ്ലീസ്. ഹായ്. ഹായ്. എന്നതാ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല. എന്നാന്ന് പറ പ്ലീസ്. സിനിമയിൽ കാണുന്നതിനെക്കാളും ഭംഗിയാ കുട്ടീനെ നേരിട്ട് കാണാൻ. എനിക്കറിയാം. ഇത്രയും വേഗം നേരിട്ട് കാണാൻ പറ്റുന്ന ഞാൻ കരുതിയില്ല. എന്നാ? എന്താന്നറിയില്ല. ഇന്നൊന്ന് നേരിൽ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാലോ? ആ, പറഞ്ഞോളൂ. ഇല്ല, ഇനി ഡേറ്റ് മാറ്റാൻ പറ്റില്ല. പറഞ്ഞ ഡേറ്റിന് ഷൂട്ടിംഗ് നടന്നില്ലേ? മൈ ഗോഡ്, DX ബർത്തില് ആലോചിച്ചിട്ട് വിളിച്ചാ മതി. എന്ന് പറ്റില്ല. ആരായിരുന്നു? ഒരു സിനിമ ലൊക്കേഷനിൽ നിന്നാണ് എത്ര പ്രാവശ്യം ഒരു ഡേറ്റ് മാറ്റുന്നത്? എങ്കിലും ഇത്ര കട്ടിയിൽ പറയണ്ടായിരുന്നു. നമ്മൾ ആർട്ടിസ്റ്റ് ഇവരുടെ അടുത്ത് ഇങ്ങനെ വേണം നിൽക്കാൻ, അല്ലെങ്കിൽ അവർ തലേ കയറുന്നായിരുന്നു. അത് ശരിയാ. പക്ഷെ അത് ശരിയല്ല പ്രിയങ്ക. ഏത്? അല്ല, നമുക്കിനി അവസരങ്ങൾ വേണ്ടേ? അയ്യോ വേണ്ട, കൂടുതൽ പടങ്ങൾ ഇനി ചെയ്യണമെന്ന് സത്യത്തിൽ എനിക്കില്ല. ഇപ്പൊ കമ്മിറ്റ് ചെയ്തൊക്കെ തീർത്ത ഞാൻ നടത്തുക. അയ്യോ, അതെങ്ങനെ ശരിയാവാ? DXന്റെ പടത്തിന്റെ ആസ്വാദകരായ ഞങ്ങള് അത് തീരെ സഹിക്കില്ല. ഹേ ആനന്ദ്, പ്ലീസ് ഡോണ്ട് കോൾ മീ DX, ജസ്റ്റ് കോൾ മീ പ്രിയങ്ക, ഓക്കേ? പ്രിയ, എനിക്ക് വേണ്ടിയെങ്കിലും തുടർന്ന് വിളിക്കണം പ്ലീസ്. എന്റെ പിയനെ പരിചയപ്പെട്ടോ? പെട്ടു. എങ്ങനെയുണ്ട്? അതാ പറഞ്ഞ പെട്ടൂന്ന്. അവളെ പിരിച്ചു വിടാൻ പോവാ. വിശ്വസിക്കാൻ തീരെ കൊള്ളില്ല. You have a lover? Yes. പാളി. പക്ഷെ എനിക്ക് പ്രിയങ്കന്റെ അഭിനയം ഇഷ്ട. പിന്നെ പ്രിയങ്കനെ ഇഷ്ട. അത് ശരി, അപ്പൊ ഇതായിരുന്നല്ലേ മനസ്സിലിരിപ്പ്? സോറി ട്ടോ, സത്യം പറയാന്നുള്ളത് എന്റെ ഒരു ശാപ. സോറി. അത് സാരല്ല, എനിക്കും ഇഷ്ടാ. എന്ത്? ഞാൻ സത്യം മാത്രം പറയുന്നതോ അതോ തന്നെ ഇഷ്ടാന്ന് പറഞ്ഞ എന്നെയോ? രണ്ടും. അപ്പൊ നീ ആയിരുന്നല്ല എന്റെ ലക്കി ഗേൾ എന്ന് പറഞ്ഞ? ഭാഗ്യ പെൺകുട്ടി, ലക്കി ഗേൾ. ഒരു ഇംഗ്ലീഷ് വെച്ചിട്ടാണെങ്കിൽ എന്താ വീഴ്ത്തിയത്? DXനല്ലേ, താര റാണി. ഗസ് ചന്ദ്രൻ. ഗസ് ചന്ദ്രൻ? ഗസ് ചന്ദ്രൻ തെണ്ടി.
chat off. Why? Chat to guest Chandra. Hey Anand, that was a joke. തമാശയല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. എനിക്കൊരാളെ ഇഷ്ടമാണ്. അയാൾ ഒരു നടനുമാണ്. പക്ഷേ ഗസ്റ്റ് ചന്ദ്രനല്ല, ആനന്ദാണ്. ആനന്ദ് ശശിധരൻ. ഐ ലവ് യു. എന്നോടാ കളി. ചാക്കോച്ചന്റെ സിനിമന്റെ സ്ഥിരം ഫാനായ എനിക്കറിഞ്ഞൂടെ, കരഞ്ഞ് കാലുപിടിച്ച് സെന്റ് അടിച്ച ഏത് പെണ്ണും തിരിച്ചിഷ്ടാന്ന് പറയുന്നത്. ഐ ലവ് യു മീ ടു. റാണി, ആ ചേച്ചി എത്തിയോ? ഞാനേ വരുന്നേ. ഷിറ്റ്. ഷോ, ആളെ കാണുന്നില്ലല്ലോ. ശടാ, ഇനി അവിടെ കറണ്ട് പോയതായിരിക്കും. ആവോ. ഒരു ആരാധികയോട് ഇത്രയും ക്രൂരമായി എങ്ങനെ പെരുമാറാൻ പറ്റുന്ന ടോണിക്ക്? ആരാധകരോട് ഇങ്ങനെ പെരുമാറാൻ എനിക്കിഷ്ടം. ഇങ്ങനെ പെരുമാറുന്ന ടോണി എനിക്ക് ഇഷ്ടമില്ല. ആ, എന്നാ എനിക്കിഷ്ടം. എന്നെയാണോ? അല്ല, എന്റെ ഈ സ്വഭാവത്തെ. ടോണി, യു ആർ സോ റൂഡ്. ഞാൻ പറഞ്ഞില്ലേ ടോണി നന്നായിന്ന്. ഓ, സന്തോഷപ്പെടെ എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞൂടാ. സോറി. വേണ്ട, എനിക്കത് വല്ലാണ്ട് ഹേർട്ട് ചെയ്തു. ഞാൻ മൂഡ് ഓഫ് ആയിരുന്നു. അല്ല, നമുക്കൊന്ന് നടന്നാലോ? വേണ്ട, എനിക്കിരിക്കണം. വാ, ഇങ്ങോട്ട്. പറയറിയോ? ടു ബി ഫ്രാങ്ക്, ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. അതാ എനിക്കും ഇഷ്ടം. ഞാൻ ടോണിയെ വല്ലാണ്ട് സ്നേഹിക്കുന്നു. കല്യാണം കഴിക്കാൻ വേണ്ടിയുള്ള ഇഷ്ടമൊന്നുമല്ല, ജസ്റ്റ് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് റിലേഷൻഷിപ്പ്, അത്രേ ഉള്ളൂ. പരാതികളും കെട്ടുപാടുകളും ഇല്ലാത്തൊരു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ബന്ധം, ചെറുതെങ്കിലും സുഖം പകരുന്ന ഒരു പേടി, ഇഷ്ടമുള്ളിടത്ത് തന്റെ താൽക്കാലിക പാർട്ണറുമായിട്ട് പോവുക, ഒരു ബിയർ പാർലറിലെ DJ ആസ്വദിച്ച് ഒരു ടേബിളിനപ്പുറോ ഇപ്പുറോ ഇരുന്ന് ചീയേഴ്സ് പറയുക. ഇതൊക്കെയാണോ റിയയുടെ സങ്കല്പത്തിലുള്ളത്? ഇതൊക്കെയാണ് എന്റെ ഇഷ്ടം. താങ്ക്സ്. പക്ഷേ ഒരു കാര്യം കൂടി. പറഞ്ഞോളൂ ടോണി, നല്ല രസമുണ്ട്. ഫ്ലേർട്ടിംഗ് ടിപ്സ് പറയുന്ന ടോണി തൊഴിലിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ആ ടോണി ഫ്ലേർട്ടിങ്ങിനും ഡേറ്റിങ്ങിനും താല്പര്യമുള്ള ആളാണെന്ന് റിയോയും കേട്ടിരിക്കും. അത് വളരെ ശരിയായിരുന്നു കുറച്ചു നാൾ മുമ്പ് വരെ. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. അനു എന്ന അവളുടെ പേര്. ടോണി, ദിസ് ഈസ് ചീറ്റിംഗ്. ആട്ടങ്ങി കൊച്ചെ പറയട്ടെ. അപ്പോ അനുവിനെ ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി എന്റെ ജീവിതത്തില് ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കൊച്ചിച്ചല്ലേ, വേറെ ആളെ നോക്കും. പോട്ടെ. അപ്പൊ എന്റെ സ്നേഹം അത് മോള് വെച്ചോ. നെല്ല് പുഴുങ്ങും കുറച്ചാളെ കഴിയുമ്പോ. അതല്ലേ എന്റെ പൊന്നു മോളെ ഞാൻ പറഞ്ഞത്. നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ എന്റെ ജീവനേക്കാളേറെ അനുവിനെ സ്നേഹിക്കുന്നുണ്ട്. സോറി സോറി. ഇപ്പൊ എന്തായി 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 ഇപ്പൊ മനസ്സിലായില്ലേ? കുറുക്കിന് കോഴിയറിച്ച് വേണ്ടാന്ന്. അല്ലടാ, ഞങ്ങള് ചാറ്റിങ്ങിലായിരുന്നു. പെട്ടെന്ന് ആ പെണ്ണിന്റെ പടവും ചാറ്റ് ചെയ്താ കൂടും പോയത്. അപ്പൊ അതല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത്. വലതുവശത്ത് പോയിട്ട് ഒരു സൈഡിലും കാണുന്നില്ലടാ. പച്ച കളർ പോയിട്ട് അവളുടെ ഫോട്ടോ പോലും കാണുന്നില്ല. എന്താ? ഇല്ല. എന്ന് പറഞ്ഞ? ഓ, അത് ശരി. കുട്ടിക്ക് നല്ലൊരാളിനെ തന്നെ ലവറായിട്ട് കിട്ടും. പക്ഷെ എന്റെ പ്രോഗ്രാമിങ് കേൾക്കണം. അപ്പോ ശരി, ബൈ. വൺസ് അഗൈൻ ഐ ആം സോറി.
അയ്യോ ഞാനും. ടോണി സോറി ടോണി, ഞാൻ കാരണമല്ല. സോറി ടോണി. എന്താടാ നിനക്ക്? എന്തു പറ്റി? ഞാനാ, എല്ലാം എന്റെ കാരണ. ഞാനാ ഇവളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞത്. ഓ, എന്തിനാനു നിനക്ക് എപ്പോഴും എന്നെ സംശയം? സോറി. ഹലോ, I love you. I love you too, Tony.